ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. നമ്മുടെ ഈ ഒരു ടെക് ടിപ്സിൽ ഒത്തിരി ജോലിയുടെ ഒഴിവുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഗവൺമെൻറ് ജോബ്, IT ജോബ്, ബാങ്കിങ് ജോബ് എന്ന് വേണ്ട എല്ലാ ജോബിൻ്റെയും നിരവധി വേക്കൻസീസ് ആണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോസ് വരുന്നത്. ഒരു ഫുൾ ടൈം ജോബ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എക്സിം ബാങ്കിൽ വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ട്രെയിനി പോസ്റ്റ് മുതൽ മാനേജർ പോസ്റ്റ് ഉൾപ്പെടെയുള്ള ഒത്തിരി പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ ഇവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. മുംബൈ ആസ്ഥാനമായിട്ടുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എക്സിം ബാങ്കിൽ ഇന്ത്യയിലുള്ള വിവിധ തസ്തികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന ഒഴിവുകൾ 28 എണ്ണമുണ്ട്. അതിൻ്റെ അകത്ത് മാനേജ്മെൻറ്റ് ട്രെയിനി 22 ഒഴിവാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഡിജിറ്റൽ ടെക്നോളജി 10 ഒഴിവ്, റിസർച്ച് ആൻഡ് അനാലിസിസ് 5, രാജ്ഭാഷ 2, ലീഗൽ 5 എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 65,000 രൂപയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവരായിരിക്കണം, അതല്ലെങ്കിൽ BTech, LLB മുതലായ ഡിഗ്രി പഠിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്രായം 28 വയസ്സിൽ കവിയരുത്, അതാണ് ഏജ് ലിമിറ്റ് വന്നിട്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള സെലക്ഷൻ പ്രൊസീജിയർ എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എഴുത്ത് പരീക്ഷയിലൂടെയാണ് നമുക്ക് ആദ്യം തന്നെ തിരഞ്ഞെടുപ്പ് നടത്തുക. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിനായിരിക്കും ഇൻ്റർവ്യൂ. അതിനുള്ള എഴുത്ത് പരീക്ഷയുടെ ഹോൾ ടിക്കറ്റും മറ്റും നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ ത്രൂ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് ഈ ഒരു ട്രെയിനി പോസ്റ്റ് കൂടാതെ തന്നെ ഡെപ്യൂട്ടി മാനേജറുടെ പോസ്റ്റും മാനേജർ പോസ്റ്റും ഉൾപ്പെടുന്നുണ്ട്. അതും ഡിഗ്രി അനുസരിച്ചും എക്സ്പീരിയൻസ് അനുസരിച്ചും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇതിന് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിൻ്റെ അകത്ത് സംവരണ വിഭാഗക്കാർക്ക് 100 രൂപയാണ് ഫീസ് വരുന്നത്. മറ്റുള്ളവർക്ക് 600 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് ഏപ്രിൽ 15 കേട്ടോ. ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഇവരുടെ നോട്ടിഫിക്കേഷൻ. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാതും തന്നെ ഇവരുടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ്. എക്സിം ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കരിയേഴ്സ് പേജ് അവൈലബിൾ ആയിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം കൊടുക്കുന്ന നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അതിൻ്റെ അകത്ത് ഒത്തിരി ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറഞ്ഞത് കൂടാതെയുള്ള ഒത്തിരി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും മറ്റും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴോട്ട് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് വന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പോസ്റ്റിൽ എന്തൊക്കെയാണോ ക്വാളിഫിക്കേഷൻസ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ മുതലായ കാര്യങ്ങൾ ഇവരുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അകത്ത് കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാതും തന്നെ വായിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ സിഗ്നേച്ചർ, പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, പിന്നെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാതും വായിച്ച് നോക്കുക. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് എവിടെ നിന്ന് കിട്ടാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ആ ഒരു ബ്ലൂ കളറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്താലും മതി. തുടർന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും ഫിൽ ഔട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വേക്കൻസി ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.